ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ വേടൻ ഒരഭിമുഖത്തിൽ ജയ് ശ്രീരാം എന്നുള്ള വിളിക്കുന്നത് ആൾക്കാരെ കൊല്ലാനും മറ്റുള്ളവരെ ആക്രമിക്കാനും ആന്ന് പറഞ്ഞപ്പം കുറേ കുരുപൊട്ടല്. ആ കുരുപൊട്ടല് ഇന്ന് ഈ ദിവസം വരെ തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞ വേടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈ ഉന്നത കുല കുരുപൊട്ടികൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത്? അല്ല, വേടന്റെ പാട്ടില് ഒറ്റ വരിയാണ് കാരണം. നീ തമ്പുരാനാണേല് എനിക്കൊരു മൈരുമില്ല എന്നുള്ള ആ വരി ഇത്രമാത്രം ഉന്നത കുല സംഘി കുരുപൊട്ടികൾക്ക് കുരുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സംഘികൾ കുറെ ഉന്നത കുല സാമാനങ്ങളെ കൊണ്ടതിന്റെ സോഷ്യൽ മീഡിയയിൽ ഇറക്കും. ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഇങ്ങനെ വേടനെതിരെ കുരച്ചോണ്ടേയിരിക്കും. ആ കുരച്ച കൊണ്ട് വേടൻ ഒരു പുണ്ണാക്ക് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുരക്കുന്ന ടീമിന് നല്ല പണിയും കിട്ടുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വേടനെതിരെ കുരക്കുന്നത് നമ്മുടെ അഖിൽമാരാറാണ്. ഒരു കാലത്ത് സംഘികളുടെ എല്ലാമായ കണ്ണിലുണ്ണിയായ അഖിൽമാരാർ ഇപ്പോ സംഘികളുടെ വേണ്ടാത്തടത്തുള്ള ഒരു ഉണ്ണിയാണ് അഖിൽമാരാർ. കാരണം ദേശദ്രോഹ പരാമർശം നടത്തിയെന്നും പറഞ്ഞിട്ട് സംഘികളാണ് ഈ അഖിൽമാരാറെ ജയിലിൽ കയറ്റിയത്. ആ ജയിലിൽ കയറി പോകുമ്പോ അഖിൽമാരാർ വലിയ ഡയലോഗ് ഇളക്കി, ഞാൻ തിരിച്ചു വരുമ്പോ സംഘികളെ നിങ്ങൾ ഒരുത്തനെയും മുതൽ എല്ലാത്തിനും പണ്ടാരം കഴിക്കുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് അകത്ത് പോയ അഖിൽമാരാർ തിരിച്ചു വരുമ്പോ അതിനേക്കാൾ വലിയ സംഖ്യയായി, പോയതിനേക്കാൾ വലിയ ചാണക സംഖ്യയായി. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാല് അഖിൽമാരാർക്ക് ജാമ്യം എടുത്തെടുത്തത് നമ്മളെ സുരേഷ് അണ്ണനാണ്. ഞാൻ ഒരു ഉന്നത കുല സാമാനമാണ് എന്ന് പറയുന്ന സുരേഷ് അണ്ണനാണ് ജാമ്യം എടുത്തു കൊടുത്തത്. അപ്പൊ സുരേഷ് അണ്ണൻ ജാമ്യം എടുത്തു കൊടുക്കുമ്പോൾ മാരാരോട് അതേ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാണകങ്ങളെ ഊക്കാൻ പാടില്ല, പരമാവധി നക്കി സൂചിപ്പിക്കുക, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മളെ മാരാറണ്ണൻ ശിരസാ വഹിച്ചു. സുരേഷ് അണ്ണാ, ഞാൻ അങ്ങനെ കാലടക്ക എവിടെ വേണേലും സൂചിപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്നിരുന്നിട്ടാണ് ഇമാതിരി ചാനൽ ഇരുന്നിട്ട് വേടനെതിരെ പറയുന്നത്. വേടനെതിരെ പറഞ്ഞ സംഖ്യക്ക് സൂയിക്കും. ഇപ്പൊ ഈ സമയത്ത് വേടനെതിരെ പറഞ്ഞാൽ മാത്രമേ സംഖ്യക്ക് സൂയിക്കും. അതുകൊണ്ട് അഖിൽമാരാർ ആ കാര്യം നല്ല രീതിയിൽ, ആ നക്കൽ ഇങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അഖിൽമാരാർ പറഞ്ഞ് ജയ് ശ്രീരാം വിളിച്ചിട്ട് ആരെയും കൊല്ലാറില്ല, ആരെയും ആക്രമിക്കാറില്ല, ഒരു പള്ളിയും ആക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാന്ന്. ഈ അഖിൽമാരാറെ കേരളത്തിൽ നീ കാണൂല. കേരളത്തിൽ അതിന് വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങളല്ല സംഘികളെ തല്ലുക. നല്ല തന്റെ ഇടവും ആണത്തും തന്തക്ക് പറഞ്ഞതുമായ കുറെ ഹിന്ദുക്കളുണ്ട്, ഞാനടങ്ങുന്ന ഹിന്ദുക്കളുണ്ട്. അവർ ഈ സംഘികളെ അടിച്ചോടിക്കും. അതുകൊണ്ട് കേരളത്തിൽ ആ പരിപാടി വെക്കൂല. പിന്നെ എവിടെ നടക്കുന്നത്? ഉത്തരേന്ത്യയില്. അതിൽ അഖിൽമാരാർ കണ്ടിട്ടില്ലേ? കണ്ടിനി. പക്ഷെ അഖിൽമാരാർ ഇപ്പം കാണൂല. ഇപ്പൊ അഖിൽമാരാർ അന്ധനാണ്. അപ്പൊ അങ്ങനെ അന്ധനായ അഖിൽമാരാർക്ക് ഞാനിപ്പോ ചൂടോടൊരു വീഡിയോ കാണിച്ചു തരാം. ഇന്നലെ മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് കുറെ സംഘികൾ, ഹിന്ദുക്കൾ എന്ന് ഞാൻ പറയില്ല, കുറെ സംഘികൾ ഇങ്ങനെ പോകുമ്പോ അവിടെ കണ്ട പള്ളിയിലേക്ക് ചെരുപ്പ് വലിച്ചെറിയുന്നു. ആ ചെരുപ്പ് വലിച്ചെറിയുമ്പോൾ അവർ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് ശ്രീരാം എന്നാണ്. അതിലൊരൊറ്റ ഹിന്ദുവില്ല, എല്ലാ സംഘിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ആ വീഡിയോ അഖിൽമാരാർക്കും പിന്നെ കുറെ ചാണക സംഘികൾക്കും, ഈ സംഘികളെ സുഖിപ്പിക്കാൻ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചൊരക്കുന്ന കുറെ അതിലുമില്ല അവരുടെ എല്ലാ സ്ഥലവും നക്കി കൊടുക്കുന്ന കുറെ ചാണകങ്ങളുണ്ട്. ആ സുഖിപ്പിക്കൽ ചാണകർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അത് ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. പള്ളിക്ക് നേരെ ചെരുപ്പ് എറിഞ്ഞുകൊണ്ട് സംഘികൾ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് ശ്രീരാം എന്നാണ്. ചാണക പണിക്കറെ, ചാണക സംഘികളെ, നിങ്ങൾ ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്നും ഒരു ഹിന്ദുക്കളെ പ്രാർത്ഥനയുടെ ഭാഗവുമായിട്ട് ഒരിക്കലും ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ടുണ്ടല്ല. നിങ്ങൾ വിളിക്കും മുസ്ലിങ്ങളെ കാണുമ്പോ, മുസ്ലിം പള്ളികളെ കാണുമ്പോ, മുസ്ലിം പള്ളികളെ ആക്രമിക്കുമ്പോ, മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോ, പാവങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കും, നിങ്ങൾ ഈ വിളിക്കും. അല്ലാണ്ട് നിങ്ങളെ വായിന്ന് ഈ ജയ് ശ്രീരാം എന്നുള്ള വിളി വരൂല, ചാണക സംഘികളെ. എന്നിട്ട് ഈ സത്യം വേടം വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുരുപൊട്ടുന്നല്ല നാറികളെ. ഇനി ആ വീഡിയോയിൽ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത് കൃത്യമായി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ചാണകങ്ങൾ ഉണ്ടെങ്കിൽ ആ ചാണകങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ വെച്ചുതരാം. അതിൽ നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ, ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത് കേൾക്കുന്നില്ലെങ്കിൽ, ചാണകങ്ങളെ നിങ്ങളെ ചെവിട്ടിലും തലയിലും മൊത്തം ചാണകം ഇങ്ങനെ കയറ്റി പുഴുവായിട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നു. എന്തായാലും ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടുവെക്കുക.
ആ മുസ്ലിം പള്ളിയുടെ മുകളിൽ കയറി വിളിക്കുന്നത് ജയ് ശ്രീറാം തന്നെയല്ലേ? ചാണക സംഖികളെ, ഊള ചാണകങ്ങളെ. നിങ്ങൾ ഈ വിളി ഏതെങ്കിലും അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് വിളിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ഈ വിളിച്ചത് വെച്ച് മുസ്ലിം പള്ളിന്റെ മിനാരങ്ങളിലെ മുകളിൽ നിന്ന് തന്നെയാണ് ചാണകങ്ങളെ. ഈ സംഭവം ചാണക സംഖികൾ ചെയ്തുകൊണ്ട് ഞാൻ ഒരു മുസ്ലിമിനോടും മാപ്പ് പറയില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ആ ചെയ്തത് ചാണകങ്ങളാണ്. ചാണകങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, ഭക്തിയില്ല, ദൈവമില്ല. അതുകൊണ്ട് ഒരു ഹിന്ദു ഒരു മുസ്ലിമിനോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. കാരണം മുസ്ലിങ്ങൾക്ക് അറിയാം അത് ചാണക സംഖികളാ ചെയ്യുന്നത്, ഹിന്ദുക്കളല്ല എന്ന് കൃത്യമായും മുസ്ലിങ്ങൾക്ക് അറിയാം. ഇത് ചെയ്യുന്നത് ഹിന്ദു നാമധാരികളായ സംഘികളാണ്. നമ്മളെ ഹാർപ്പിക് ഹുസൈൻ ഇല്ലേ, മുസ്ലിം നാമധാരിയായ ഹാർപ്പിക് ഹുസൈൻ, അതേ സെയിം ജനിസപ്പെട്ട കുറെ ചാണകങ്ങൾ. വേടം പറഞ്ഞ ഉള്ള കാര്യം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിമർശിക്കാൻ വരുന്ന അഖിൽമാരാറ പോലുള്ള ചാണക സംഘികൾക്ക് വേണ്ടത് ഈ ചാണക സംഘികൾ ഇങ്ങനെ അടിയെന്നാക്കി കൊടുക്കുമ്പോൾ അവസാനം കിട്ടുന്ന എച്ചിൽ കഷ്ണങ്ങളാണ്. ആ എച്ചിൽ കഷ്ണങ്ങൾ ഇവർക്ക് അധികാരമായി പണമായി ഇവരെ കയ്യിലെത്തും. ഇവർക്ക് നാണവും മാനവും ഇല്ലാണ്ട് ഈ അഖിൽമാരാറ പോലുള്ള ടീം നക്കിയത് കഴിക്കും. ശ്രീരാമനെ ഭക്തിയോടുകൂടി വിളിക്കാൻ മാത്രമേ ഓരോ ഹിന്ദുവിനും കഴിയും. ജയ് ശ്രീരാം എന്ന് വിളിച്ച് അന്യമതക്കാരനെ ആക്രമിക്കാനും അവന്റെ പള്ളിക്ക് മുകളിൽ കയറിയുന്ന ആ പള്ളി തകർക്കാനും സംഘികൾക്കേ കഴിയൂ. ഹിന്ദു നാമധാരികളായ സംഘികളെ കൊണ്ടേ അത് പറ്റൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.